അത് വലിയ തെറ്റില്ല. പക്ഷേ എന്നാലും ഇത് കണ്ടല്ലോ, ഇതുപോലെ റസ്റ്റുകൾ വരാനുള്ള സാധ്യത കൂടുതലുണ്ട്. പിന്നെ ഇത് വേറൊരു വാഹനത്തിൻ്റെ ലോഗമാണ് കേട്ടോ, ഞാൻ തൽക്കാലം എടുത്തിട്ടെന്നുള്ളൂ എൻ്റെ നഷ്ടപ്പെട്ടപ്പോൾ. പിന്നീട് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് വരികയാണെങ്കിൽ ഈ ഗ്ലാസ്സുകൾ പറഞ്ഞാൽ ഇതൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഇതാണ്. പ്ലാറ്റ്ഫോമൊക്കെ നല്ല പ്ലാറ്റ്ഫോമൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ, വല്ലാതെ റെസ്റ്റും കാര്യങ്ങളൊന്നും അന്നില്ലായിരുന്നു. പിന്നീട് എനിക്ക് വന്ന ഒരു അബദ്ധം അന്ന് വന്നത് ഞാൻ പറഞ്ഞല്ലോ, കമ്പനി വർഷാപ്പത്തെ ഒരാളെ കൊണ്ടിട്ടായിരുന്നു ഞാൻ പോയിരുന്നെങ്കിലും അന്ന് എനിക്ക് ഇവിടുത്തെ ചേസ് നമ്പർ ഇവിടെ ആയിരുന്നു അന്നും ഇന്നും ഇവിടെ തന്നെയാണ്. പക്ഷേ ഇത് ഞാനിവിടെ കട്ട് ചെയ്തിട്ട് പുതിയത് അടിച്ചതാണ്. പണ്ട് ഒരു മാഞ്ഞതായിരുന്നു കേട്ടോ, ഒരുപാട് ഇങ്ങനെ മാഞ്ഞു പോയിട്ട് ഞാൻ ആ വാങ്ങുന്ന സമയത്ത് ശ്രദ്ധിച്ചില്ല, ഞാൻ കൂട്ടിക്കൊണ്ടായ ആളും ശ്രദ്ധിച്ചില്ല. അതിനുശേഷം എനിക്കിത് കട്ട് ചെയ്ത് പുതിയത് കയറ്റേണ്ടി വന്നതാണ്. ഇത് ഇങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ സാധാരണ വർക്ക്ഷോപ്പ് പോയിട്ട് ചെയ്യാൻ പറ്റില്ല, അതിന് അനുമതിയുള്ള വർക്ക്ഷോപ്പുണ്ട്. അതിന് കുറച്ച് നൂലാമാലകളുണ്ട് കേട്ടോ. ജോൻ ആർടിഒനും ആർടിഒനൊക്കെ കാണിച്ച് നമ്മൾ ബ്രേക്ക് എടുക്കാൻ പോകുന്ന മാതിരി പുതിയ വണ്ടികൾ ചെയ്യുന്നിടത്ത് പോയി അതിൻ്റെ കുറച്ച് നൂലാമാലകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയണമെങ്കിൽ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞു അത് അതിന് ശേഷം വന്നതാണ്. ഇതുപോലെ തന്നെയാണ് സ്റ്റെപ്പിന് നമ്മൾ ഇവിടെയാണ് വെക്കാറ്. പക്ഷെ ഞാൻ ഇതിൻ്റെ ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ബുദ്ധിമുട്ടായപ്പം ഇവിടെയാണ് സ്റ്റെപ്പിനെയും ജാക്കിയും. ഇത് ജാക്കിയാണ് കേട്ടോ, ഞാൻ പെട്ടെന്ന് പറഞ്ഞാലും മാറ്റം വന്നു പോയതാണ്. ജാക്കിയൊക്കെ വളരെ പെർഫെക്റ്റാണ്, അതിലൊന്നും പറയാനില്ല. പിന്നെ ഒരു മോശം അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള നമ്മളെ സാധാരണ വെയിറ്റുള്ള ആളുകൾക്ക് ഇരിക്കാൻ പറ്റാത്തൊരു കമ്പിയിലാണ് ഇവർ 2 ഓൾറെഡി കൊടുത്തത്. അത് പറ്റ ദയനീയമാണ് കേട്ടോ. കമ്പനീനോട് പറയാനുള്ള ഒരു കാര്യം കൂടിയാണ് അത് നിങ്ങൾ എന്തായാലും മാറ്റണം. കാരണം നല്ല വെയിറ്റുള്ള ആളുകളൊക്കെ അവിടെ ഇരിക്കുകയാണെങ്കിൽ യാത്രയിൽ അതിൽ നിന്ന് വീണ് പോകാനും വൻ അപകടങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ വണ്ടിയെടുത്ത് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഇവിടെ പൊട്ട് വന്നപ്പോൾ ഞാൻ നല്ലൊരു സംഭവം സെറ്റപ്പ് ആക്കിയിട്ട് ചെയ്തതാണ്. പക്ഷേ കമ്പനി തരുമ്പോൾ ഇത് ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ ഇതിൻ്റെ ക്ലച്ചിൻ്റെ കാര്യത്തേക്ക് വരുമ്പോൾ ക്ലച്ച് ഓൾറെഡി വളരെ ഹാപ്പിയാണ്, പറയാതിരിക്കാൻ വയ്യ. അൽഫയ്ക്ക് ഇതിലും കൂടുതൽ കിട്ടുന്നുണ്ടെന്നെങ്കിലും പക്ഷെ എൻ്റെ കാര്യത്തിൽ ഹാപ്പിയാണ്. എനിക്ക് ഓരോ 50,000 കിലോമീറ്റർ വരെ ക്ലച്ച് കിട്ടാറുണ്ട്. അപ്പോൾ ക്ലച്ച് കൂടുതൽ കിട്ടേണ്ടത്, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ഡ്രൈവർമാർ എങ്ങനെ ഉപയോഗിക്കുന്നു അതിനനുസരിച്ചായിരിക്കും ക്ലച്ച് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് ക്ലച്ച് കൂടുതൽ കിട്ടണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ഉള്ള ആളാണെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ കൂടി ഞാൻ ഉടൻ ചെയ്യുന്നതാണ്. പിന്നെ നമ്മളെ സ്വിച്ചുകൾ വരുന്നത് ഇവിടെ എനിക്കൊരു വിഷമമുള്ളത്, നമ്മുടെ ലൈറ്റിൻ്റെ സ്വിച്ചും അതുപോലെ വൈപ്പറിൻ്റെ സ്വിച്ചും ഇതിൽ കൊള്ളിക്കായിരുന്നു, വളരെ ഭംഗിയായിരുന്നു. ഇത് ഇവിടെ ഈ ഭാഗത്ത് കൊടുത്തതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അസാർട്ട് ലൈറ്റും ഓക്കെ കുഴപ്പമില്ല, നമ്മൾ ഇവിടെ നിന്ന് കൈ കൊണ്ടുപോയിട്ട് വേണം ഇവിടെ പോയി ഇതിടാൻ. അപ്പോൾ അതിൻ്റേതായ കുറഞ്ഞ ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നീട് പറഞ്ഞാൽ നമുക്ക് വാഹനം തന്ന സമയത്ത് ഇവിടെ ഒരു ബ്ലാക്ക് കളറായിരുന്നു കേട്ടോ, ഇത് വൈറ്റാണ്. 2 ലക്ഷം കിലോമീറ്റർ ഓടിയതിന് ശേഷം എൻ്റെ ഇത് കംപ്ലൈൻ്റ് ആണ്. അതിനുശേഷം തന്നെ ഇപ്പോൾ 26,000 ഇത് ഞാൻ ഓടി. ഈ പുതിയ മോഡലാണ് ഞാൻ വളരെ ഹാപ്പിയാണ്. പഴയ മോഡൽ കമ്പനി അത് ഏതായാലും മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ FA ബോക്സ് അതും അത്യാവശ്യം 4 ലെഗ് സ്പേസ് ഉണ്ട്. പക്ഷേ മഹീന്ദ്രയ്ക്കുള്ള അത്ര ലെഗ് സ്പേസ് ഇല്ല കേട്ടോ, അതും പറഞ്ഞുതരാം. എന്നാലും കുഴപ്പമില്ലാത്ത ലെഗ് സ്പേസ് ഉണ്ട്, അതിലൊന്നും കുറ്റപ്പെടുത്താനില്ല കമ്പനിയെ. അതുപോലെ മീറ്റർ ഒക്കെ വെച്ച സ്ഥലങ്ങളൊക്കെ കമ്പനി വളരെ റെസ്പെക്റ്റ് ആയിട്ടാണ്. പിന്നെ അതുപോലെ ആളുകൾക്ക് ഉള്ളോട്ട് ഇരിക്കാനുള്ളതും കമ്പനി വളരെ നല്ലതാണ്. എനിക്കിതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ടായിട്ടുണ്ട്. കാരണം അത്യാവശ്യം ചെറിയ സാധനങ്ങൾ, ഗ്യാസും കുറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കാനും, അതുപോലെ ഗ്യാസ് കുറ്റി കൊണ്ടുപോയാൽ നമുക്ക് അനുവദനീയമല്ല, എന്നിരുന്നാലും ഞാൻ പറയാണ്. പിന്നെ 4 ആളുകൾക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. നമ്മളെ പെർമിഷൻ 3 ആളാണ്. ഇനി 2 കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇരിക്കാനും നിൽക്കാനൊക്കെ വളരെ ഹാപ്പിയാണ്. പിന്നെ നമ്മൾ ബാക്കോട്ട് വരുമ്പോൾ ഇതിൻ്റെ ബോഡിക്ക് ഇവർ ചെയ്ത ഒരു മൈനസ് മാർക്കാണ് ഈ കാണുന്നുണ്ടല്ലോ. മിക്ക വാഹനങ്ങൾക്കും ഇവിടെ റെസ്റ്റ് ഉണ്ടാവും, അത് ഉള്ളിൽ നിന്ന് ഇറങ്ങുന്നതാണ്. ഇതൊരു ഒറ്റ പീസാക്കി അടിച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നം ഒരിക്കലും വരില്ലായിരുന്നു. അതുകൊണ്ട് കമ്പനി എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്നിരുന്നാൽ പോലും ഇത് വളരെ അബദ്ധമാണെന്നുള്ളൊരു അഭിപ്രായക്കാരാണ് ഞാൻ. പിന്നെ ഇതിൻ്റെ സോക്കാപ്സർ കാര്യങ്ങളാണെങ്കിൽ ഉള്ളിൽ ഞാൻ കട്ടയാണ്. ഈ കട്ട തരുന്നത് കാരണം ഭയങ്കര അടിയാണ്. അപ്പോൾ അതിന് നമ്മൾ പല ഡ്രൈവർമാരും അതിൻ്റേതായ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അനുവദനീയമല്ലാത്തത് കൊണ്ട് ഞാൻ ആ കാര്യം ഇവിടെ പറയുന്നില്ല. ഇതിൻ്റെ കുലുക്കം ഭയങ്കരമാണ്. അത് മഹീന്ദ്ര നിലവിൽ കുറേശ്ശെ ചുരുക്കി കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഇതുവരെ അത് ചെയ്തിട്ടില്ല. അതിന് വളരെ വിഷമമുള്ള ഒരു കാര്യമാണ്. പിന്നെ നമ്മുടെ ഡീസൽ ടാങ്ക് ഇവർ തന്നത് ഇടതുഭാഗത്താണ്. ഇത് വളരെ നല്ലൊരു കാര്യമാണ് കേട്ടോ. മറ്റു വാഹനങ്ങൾക്ക് വലതുഭാഗത്താണെങ്കിലും ഞാൻ പറഞ്ഞുതരാം, കൂടുതൽ നമ്മളെ അപകടങ്ങളും നമ്മളെ ബാക്കിൽ വന്ന് വാഹനം തട്ടലൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മളെ വലതുഭാഗത്താണ് ഏറ്റവും കൂടുതൽ വരാൻ സാധ്യത. ഈ ഭാഗത്ത് വരില്ല എന്നല്ല,
ഈ ഭാഗത്ത് വരൽ വളരെ കുറവാണ്. അപ്പോൾ ഈ ഭാഗത്ത് ടാങ്ക് വരുമ്പോൾ അതിന് ബുദ്ധിമുട്ട് വെച്ചാൽ ഒരു അപകടം തട്ടുമ്പോൾ അല്ലെങ്കിൽ വാഹനം അവിടെ ഒരു ആക്സിഡൻറ്റോ കാര്യങ്ങളോ വന്നാൽ ഡീസൽ നിലത്ത് കൊയ്യലും അതിൻ്റേതായ അപകടങ്ങൾ ഉണ്ടാവാനും സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ ഭാഗത്തുള്ളതിൽ ഞാൻ വളരെയധികം കമ്പനി ഹാപ്പിയാണ്. പിന്നെ നമ്മൾ പറയാനുള്ളത് ഇതിൻ്റെ ഇൻഡിക്കേറ്റർ കാര്യങ്ങൾ ഓൾറെഡി കമ്പനി കൊടുത്തത് അത്യാവശ്യം കുഴപ്പമില്ല. പക്ഷേ ഇവർ ഒരു തരികിട ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ബാക്ക് റിവേഴ്സ് ലൈറ്റ് ഇവിടെ ഒന്നുള്ളതിന് ഇവർ ഒരെണ്ണം ഉള്ളൂ ഓൾറെഡി കൊടുക്കുന്നത്. അത് ആ വലതു ഭാഗത്താണ് എന്ന് എനിക്ക് തോന്നുന്നു, കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ഇടതു ഭാഗത്ത് ഇല്ലാത്തത് എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ ഇവരെ സർവീസ് മാനുവലിൽ നോക്കിയപ്പോൾ എനിക്ക് ചെറിയാണ് വന്നത്. അവർ പറഞ്ഞത് വണ്ടിക്ക് മാക്സിമം വില കുറയാൻ വേണ്ടി, വാഹനത്തിന് മാക്സിമം വില കുറയാൻ വേണ്ടിയിട്ട് ഒരു ബൾബ് ഒഴിവാക്കിയിട്ട് ഒരു മാക്സിമം വില കുറച്ചിരിക്കണമെന്നാണ് അവർ പറയുന്നത്. അതെനിക്ക് കോമഡി ആയിട്ട് തന്നെയാണ് തോന്നിയത് കേട്ടോ. ഒരു ബൾബ് കൂടി അവർക്ക് കൊടുത്താലേ, അതായത് അതിൻ്റെ സോക്കറ്റും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടല്ലോ, അപ്പോൾ ഒരു ബൾബ് കൂടി കൊടുത്ത് വിചാരിച്ചിട്ട് എന്ന് കരുതി ഒരു നഷ്ടം കമ്പനിക്ക് വരാനൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ കമ്പനി എന്തൊക്കെ സാധനങ്ങൾ ഇതിൽ നിന്ന് ഈ കുറഞ്ഞ ലാഭത്തിന് വേണ്ടി കുറച്ചിട്ടുണ്ടാകും എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഇതിൻ്റെ സൈഡിലുള്ള നിൽക്കണ ഈ സംഭവം ഉണ്ടല്ലോ, വാഹനം ബാക്കോട്ട് തട്ടുമ്പോൾ തട്ടാതിരിക്കാൻ ഇതിനൊക്കെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് കമ്പനി തന്നത് പറ്റ ദയനീയമായിട്ടുള്ള ഒരു കോലായിരുന്നു. അത് നമ്മൾ അതിൻ്റെ നമ്മളെ ഷൈപ്പിൽ അടിച്ചതാണ് കേട്ടോ. ഇത് ഈ ലെവലിലുള്ള പറ്റ ക്ഷീണമായിരുന്നു. അത് നല്ല രീതിയിലുള്ളത് അടിച്ചു. പിന്നെ നമുക്ക് തോന്നിയത് ഇവരെ സൈലൻസർ ഇവർ പിറകിലോട്ടാണ് കൊടുത്തത് കേട്ടോ. പിറകിലോട്ടുള്ളത് ഇത് എൻ്റെ അഭിപ്രായത്തിൽ ഇത് നേരെ ഇങ്ങോട്ട്, അതായത് വലത്തോട്ടായിട്ട് കൊടുക്കേണ്ടിയിരുന്നു. വലത്തോട്ട് കൊടുക്കുകയായിരുന്നെങ്കിൽ നമ്മളെ ഈ പുകകൾ ഇങ്ങോട്ട് വലത്തോട്ട് പോരായിരുന്നു. അപ്പോൾ ഞാൻ കുറേ ആലോചിച്ചത് എന്തുകൊണ്ടാണെന്ന്, ചില ആളുകൾ അത് മുറിച്ചിട്ട് നേരെ ആക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു അതിനോണ്ട് കമ്പനി മറ്റെന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ മുറിക്കാഞ്ഞത്. ചില ആളുകൾ മുറിച്ച് നിവർത്തുന്നുണ്ട്. അതുകൊണ്ട് ഒരു പ്രത്യേക ഗുണമുണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഭാഗത്തേക്കുള്ള പുക തള്ളും, വലതു ഭാഗത്തേക്ക് പുക തള്ളും. മറ്റേതാണെങ്കിൽ നേരെ താഴോട്ടാണ് തോന്നുന്നു. പിറകിൽ പോകുന്ന വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്നതുകൊണ്ടാണ് അത് കൊടുത്തത്. പിന്നീട് നമ്മൾ വരികയാണെങ്കിൽ ഇതിൻ്റെ മറുകാട്, ഇത് ഓൾറെഡി ഒരു ഫൈബറിൻ്റെ ആണ്. അതും വലിയ തെറ്റില്ല, പോട്ടെ. കാരണം മറുകാടിൻ്റെ കാര്യത്തിൽ ചിലത് ഇരുമ്പിൻ്റെ കൊടുക്കുന്നുണ്ടെങ്കിലും ഫൈബറായിരിക്കും നല്ലതെന്ന് തോന്നുന്നത്. കാരണം എപ്പോഴും പൊട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ സൈഡിൽ കൂടി ഉള്ളതാണ് ഭയങ്കര വിഷമമുള്ള ഒരു കാര്യം. അത് കമ്പനി ഇപ്പോഴും അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല. കണ്ടോ, ഈ ഭാഗത്ത് റസ്റ്റ് നമുക്ക് പാഞ്ഞു വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഓവറോൾ മറ്റു കാര്യങ്ങൾ പറയുകയാണെങ്കിൽ